ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തെ തണുപ്പിക്കാനും ഒപ്പം ഷുഗർ ലെവൽ നോർമലാക്കാനും അതുപോലെ തന്നെ വണ്ണം വെക്കുമെന്ന പേടിയില്ലാതെ വയറ് നിറയെ കഴിക്കാനും പറ്റിയ മുത്താറിക്കൂഴ് അഥവാ മുത്താറി പഴങ്കഞ്ഞി നമ്മുടെ പഴമക്കാർ പണ്ടുകാലം മുതലേ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഹെൽത്തി വിഭവമാണ് ഈ മുത്താറിക്കൂഴ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മൂടി വെക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് റാഗി പൗഡറാണ് എടുത്തത്. സ്പൗട്ടഡ് റാഗി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു കയ്യിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളൊരു മാവ് പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ മൺചട്ടിയിലായതുകൊണ്ട് അതിൻ്റെ ചൂടുണ്ടാവും. കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നല്ല കുറുകി മാവ് പരുവത്തിൽ ആയിട്ട് വരും. ഇത് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. 2 പേർക്കാണെങ്കിൽ 1 കപ്പ് റാഗി പൗഡർ എടുത്താൽ മതി. റാഗിയെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ധാന്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പോഷകമൂല്യമുള്ള ഒരു ധാന്യമാണല്ലോ ഈ റാഗി എന്ന് പറയുന്നത്. കാൽസ്യം, അയൺ, ഫൈബർ, പ്രോട്ടീൻ എന്നിവയുടെ അളവിൽ മറ്റു പല ധാന്യങ്ങളെക്കാളും മുന്നിലാണ് കേട്ടോ റാഗി. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ്. ഡയബറ്റിക് ഉള്ളവർക്കും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണിത്. ഇനി നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ അത് തണുത്ത് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ നമ്മൾ ഓരോരോ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയെടുത്താൽ മതിയേ. ഇത് നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ തലേ ദിവസം ആക്കി വെച്ചിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ട് ഫെർമെന്റേഷൻ ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പഴങ്കഞ്ഞി കഴിക്കില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് ഇതിന് എന്ന് മാത്രം. അപ്പോൾ അതാ നമ്മൾ ഉരുളകളാക്കി വെച്ചത് അതേ ചട്ടിയിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മാവ് കുഴച്ച ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി മുളകും ചെറിയുള്ളിയും കൂടി, ഒരു 3-4 കാന്താരി നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചതാണ്, ഒരു 2-3 ചെറിയുള്ളിയും കൂടി ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അത് മൂടുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കവിടെ മൂടി വെക്കാം. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ഫെർമെൻറ്റേഷൻ സംഭവിച്ച് നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാവുന്നു അതിൽ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല നാടൻ കറികളും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തേങ്ങയും കാന്താരി മുളകും ഉള്ളിയൊക്കെ അരച്ച നല്ല ചക്കക്കൂട്ടാനും അതുപോലെ തന്നെ നല്ല പച്ചമുളക് കീറിയിട്ട് പൊരിച്ച നല്ല ഉണക്കമീനും അതുപോലെ 2 തരം കടുമാങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ മുത്താറിക്കൂഴ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കൂട്ടാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2 തരം കടുമാങ്ങ അച്ചാർ, നല്ല കാന്താരി മുളകിലിട്ട കടുമാങ്ങയും അതുപോലെ മുളകിട്ട കടുമാങ്ങയും 2ഉം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചോ, പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതാ നമ്മൾ ഉണക്കമീൻ വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് എന്തായാലും ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ കുറേ കറികളെ ആവശ്യമൊന്നുമില്ല കേട്ടോ. തൈരും ഉപ്പും മാത്രം ചേർത്തിട്ടും കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എല്ലാ കറികളും കൂട്ടി കഴിക്കുമ്പോൾ കഴിക്കാനൊരു സ്വാദാണല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കുറുക്കി ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കൈലോണ്ടല്ല കേട്ടോ, ശരിക്കും നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. മൺചട്ടിയിലുണ്ടാവുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ദഹനം ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു കേട്ടോ. ഇത് നമ്മളെ ശരീരത്തിലെ കൊഴുപ്പ് പെട്ടെന്ന് കത്തിച്ച് കളയാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ഒക്കെ കുറയുന്നു പറയാൻ കാരണം. റാഗിയും തൈരും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നന്നായിട്ട് കുറയുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഷുഗർ ഉള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റാഗി വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.